നമസ്കാരം. മാർക്കറ്റ് വാച്ചിലേക്ക് വീണ്ടും സ്വാഗതം. ഓഹരി വിപണിയിൽ വലിയ ചാഞ്ചാട്ടമുണ്ടായ വാരമാണ് കടന്നുപോയത്. തിങ്കളാഴ്ച ശ്രദ്ധേയമായ മുന്നേറ്റം വിപണിയിൽ കണ്ടു. ചൊവ്വാഴ്ചയാകട്ടെ രാജ്യാന്തര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില $50 താഴെ എത്തുന്നതിനെ തുടർന്ന് ആഗോള ഓഹരി വിപണികളെല്ലാം വലിയ ഇടിവുണ്ടായി. ഇന്ത്യൻ ഓഹരി വിപണിയിലും ഇത് പ്രതിഫലിച്ചു. ഏകദേശം 850 പോയിന്റിനടുത്ത് സെൻസെക്സ് ഒറ്റ ദിവസം താഴോട്ട് പോകുന്നത് നമ്മൾ കണ്ടു. 2008 ശേഷം ഇത്രയും വലിയ നഷ്ടം ഒരു ദിവസം വിപണിയിൽ ഉണ്ടാകുന്നതും ഇതാദ്യമായിട്ടായിരുന്നു. പിന്നീട് വീണ്ടും ശ്രദ്ധേയമായ ഒരു തിരിച്ചുവരവാണ് നമ്മൾ വിപണിയിൽ കണ്ടത്. അത്തരത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കിയ വാരമാണ്. വാരത്തിൻ്റെ അവസാനത്തോടുകൂടി റിസൾട്ട് സീസണും തുടക്കമായിരിക്കുന്നു. ഇനി അങ്ങോട്ട് റിസൾട്ടുകളും വിപണിയെ ഏറ്റവും പ്രധാനമായും നയിക്കുന്ന ഘടകമായി മാറുകയാണ്. മാർക്കറ്റ് വാച്ചിൽ അതുപോലെ ഹെഡ്ജ് എക്വിറ്റീസിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ ഭുവനേന്ദ്രൻ തന്നെയാണ് ചേരുന്നത്. ഭുവനേന്ദ്രൻ, ഈ വാരം നമ്മളൊന്ന് പരിശോധിച്ചാൽ മൺഡേയുടെ ഒരു വലിയ മുന്നേറ്റത്തിന് ശേഷം പിന്നെ ഒരു കറക്ഷൻ, പിന്നീട് വീണ്ടും ഒരു തിരിച്ചുവരവ് വിപണിയിൽ കണ്ടു. ടെക്നിക്കലി എങ്ങനെ കാണാം വിപണിയെ? ടെക്നിക്കലി നമ്മൾ ലാസ്റ്റ് വീക്ക് പറഞ്ഞു 8450 എന്ന് പറയുന്ന ഒരു ക്രൂഷ്യൽ ലെവൽ, ആ ഒരു ലെവലിനടുത്തായിരുന്നു ലാസ്റ്റ് ഫ്രൈഡേ മാർക്കറ്റ് ക്ലോസിംഗ് വന്നത്. മൺഡേയോട് കൂടി മാർക്കറ്റിൽ നല്ല എനർജി വന്നിരുന്നു. 8445 വന്നതിന് ശേഷമാണ് ഒരു ഗ്ലോബൽ സെൽ ഓഫ്, അതിൻ്റെ റിഫ്ലക്ഷനാണ് നമ്മൾ കണ്ടത്. അതിൻ്റെ പ്രധാന റീസൺ ക്രൂഡ് ഓയിൽ പ്രൈസ് 50 ബിലോ പോകുന്നത് വീണ്ടും ഒരു ഗ്ലോബൽ ക്രൈസിസ് വരാനുള്ള സാഹചര്യം ഗ്ലോബൽ മാർക്കറ്റ് വിലയിരുത്തി. അങ്ങനെ ഗ്ലോബലി എല്ലാ മാർക്കറ്റും വളരെ ഷാർപ്പായിട്ടുള്ള ഒരു സെൽ ഓഫിന് സാക്ഷ്യം വഹിച്ചു. അതിൻ്റെ റിഫ്ലക്ഷനാണ് കുറേ വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യയിൽ സിംഗിൾ ഡേ ഏറ്റവും വലിയ ഷാർപ്പായിട്ടുള്ള ഫോൾ സംഭവിച്ചു. ദെൻ ബുധനാഴ്ചയും അത് കണ്ടിന്യൂ ചെയ്ത് നമ്മൾ കണ്ടു. 8065 നിന്നും വീണ്ടും മാർക്കറ്റിൽ ഒരു റിക്കവറി, വളരെ ഷാർപ്പായിട്ടുള്ള റിക്കവറിയാണ് ദെൻ വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും നമ്മൾ കണ്ടത്. എന്തായാലും മാർക്കറ്റ് എഗെയിൻ ക്ലോസിംഗ്, അഭിലാഷ് ടെക്നിക്കൽ ലെവൽ ചോദിച്ചല്ലോ, എഗെയിൻ ഒരു ക്രൂഷ്യൽ ലെവലിലാണ് ഇപ്പോഴത്തെ ക്ലോസിംഗ് ലഭിച്ചിരിക്കുന്നത്. 8300 ആണ്. 350 360 എന്ന് പറയുന്ന ഒരു ക്രൂഷ്യൽ ലെവലാണ്. ലാസ്റ്റ് വീക്ക് ഞാൻ പറഞ്ഞതുപോലെ 8450 എന്ന് പറയുന്ന ഒരു സെല്ലിംഗ് പോയിന്റ് എന്ന് പറഞ്ഞ പോലെ 7960 നിന്നുള്ള റൈഡായിരുന്നു 8445 വരെ വന്നത്. ദെൻ 8065 ആണ് ഈ ബുധനാഴ്ച വന്ന ലോ. അതിനുശേഷം വീണ്ടും 8300 മാർക്കറ്റിന്റെ ക്ലോസിംഗ് എന്ന് പറയുന്നത്. അതൊരു ക്രൂഷ്യൽ ക്ലോസിംഗ് ആണ്. 8350 എന്ന് പറയുന്ന ലെവൽ ബ്രേക്ക് ചെയ്ത് സ്റ്റെബിലൈസ് ചെയ്തില്ലെങ്കിൽ വീണ്ടും ഒരു സെല്ലിംഗ് വരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഒരു മൂവിംഗ് റേഞ്ച് അഗൈൻ 7009 അല്ലെ 8000 8300 350 ലെവലിൽ മൂവ് ചെയ്യുക. അതല്ലെങ്കിൽ ഇപ്പോൾ ഇൻഫോസിസിൻ്റെ റിസൾട്ട് വന്നു, മാർക്കറ്റ് പ്രതീക്ഷിച്ച റിസൾട്ട് തന്നെയാണ്. 3250 crore നെറ്റ് പ്രോഫിറ്റ് പോസ്റ്റ് ചെയ്തു, ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് തന്നെയാണ്. അതിനോട് മാർക്കറ്റും വളരെ പോസിറ്റീവായിട്ട് തന്നെ റിയാക്ട് ചെയ്തു. 5%-അടുത്ത് ഇൻഫോസിസ് ബെറ്റർ ആയിരുന്നു. ഒരു അവസരത്തിൽ 2% ഡൗൺ പോയ ഇൻഫോസിസ് റിസൾട്ടിന് ശേഷം ഷാർപ്പായി വന്നു. അത് ഓവറോൾ മാർക്കറ്റിന് തന്നെ ഒരു എനർജി നൽകി. കാരണം സെൻസെക്സ് ഒക്കെ ഒരു 100 points ഡൗൺ നിന്ന സമയത്താണ് ഇൻഫോസിസിൻ്റെ റിസൾട്ട് വന്നത്. ആ റിസൾട്ടോട് കൂടി മാർക്കറ്റിൽ ഒരു റിക്കവറി സൈൻ കണ്ടു. എന്തായാലും റിസൾട്ട് സീസണിൻ്റെ സ്റ്റാർട്ടിങ് വളരെ ബെറ്ററാണ്. ഇനി തീർച്ചയായിട്ടും റിസൾട്ട് തന്നെയാണ് മാർക്കറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുക. അപ്പോൾ ഈ 8350 360 ബ്രേക്ക് ചെയ്ത് സ്റ്റെബിലൈസ് ചെയ്യണമെങ്കിൽ വളരെ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് വരികയാണെങ്കിൽ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യാം. അതല്ലാത്ത സാഹചര്യത്തിൽ വീണ്ടും ഈ ഒരു ലെവലിൽ ചിലപ്പോൾ ഒരു സെല്ലിംഗ് സംഭവിക്കും. അപ്പോൾ ഇൻവെസ്റ്റേഴ്സ് വളരെ കോഷ്യസ് ആയിട്ട് വാച്ച് ചെയ്യണം. കാരണം ചിലപ്പോൾ ടെക്നിക്കലിലുപരി ഈ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള മൂവ്മെൻറ്റും സെക്ടർ വൈസ് ഉള്ള മൂവ്മെൻറ്റ് നമുക്ക് ഉണ്ടാക്കാം. കാരണം ഇന്നിപ്പോൾ നമുക്കറിയാം IT വളരെ ബെറ്റർ ആയിട്ടുള്ള ഇൻഫോസിസ് റിസൾട്ട് വന്ന സമയത്ത് എല്ലാ IT സെക്ടറിലും വളരെ ഷാർപ്പായിട്ടുള്ളൊരു മൂവ് നമ്മൾ കണ്ടു. അതുപോലെ തന്നെ ആയിരിക്കാം ബാങ്കിങ് സെക്ടറിൽ വരുമ്പോഴും മെറ്റൽ സെക്ടറിലൊക്കെ വരുമ്പോൾ. നിഫ്റ്റിയിലുപരി ഓരോ സ്റ്റോക്കിലും മൂവ്മെന്റ് നമുക്ക് ഈ വീക്കിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ഈ വീക്കിൽ ഈ മന്ത് ഓവറോൾ അങ്ങനെ പോകാനാണ് സാധ്യത. അതിനുശേഷം ബജറ്റിലേക്ക് കയറുന്നതിന് മുമ്പ് ഒരു റിസൾട്ട് സീസണിന്റെ ഒരു അതെ 2-3 കാര്യങ്ങളിൽ ഈ ഒരു മാസം പ്രധാനമായിട്ടും ഡിസ്കഷനിൽ വരുന്നത്, ഒന്ന് റിസൾട്ട് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുക. 2 ബജറ്റിനെ കുറിച്ചുള്ള ഡിസ്കഷൻസും ഗവൺമെന്റ് അനൗൺസ്മെന്റുകളും വരാം. ഇത് അതോടൊപ്പം തന്നെ RBI എടുക്കാവുന്ന മെഷേഴ്സ്, കാരണം ഇൻട്രസ്റ്റ് റേറ്റ് കുറയാനുള്ള സാഹചര്യം ഇന്ന് ഇന്ത്യയിൽ നിലനിൽക്കുന്നു. അപ്പോൾ ഏതെങ്കിലും സാഹചര്യത്തിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അങ്ങനെ ഒരു മെഷർ എടുക്കുകയാണെങ്കിൽ അത് മാർക്കറ്റിന് വലിയൊരു ബൂസ്റ്റ് ആയിരിക്കും. അപ്പോൾ 2-3 കാര്യങ്ങൾ, ഒന്ന് റിസൾട്ട്, 2 RBI, 3 നമ്മളുടെ ബജറ്റിനെ കുറിച്ചുള്ള ഏതെങ്കിലും യൂറോപ്യൻ സെൻട്രൽ ബാങ്കിന്റെ ഒരു മീറ്റിംഗ്. അപ്പോൾ ഇതൊക്കെ പോസിറ്റീവ് ആണെങ്കിൽ ചിലപ്പോൾ ഓൾ ടൈം ഹൈ ഇമ്മീഡിയറ്റ്, ഇതെല്ലാം അനുകൂലമാണെങ്കിൽ ചിലപ്പോൾ ജനുവരി സീരീസ് തന്നെ പോകും. പക്ഷെ അത്രത്തോളം സാഹചര്യങ്ങൾ അനുകൂലമല്ല. അതിന് ഗ്ലോബലി തന്നെ മാർക്കറ്റ് ഒരു നെഗറ്റീവ് സോണിലേക്ക് മൂവ് ചെയ്തിട്ടുണ്ട്. FIs ഈ വീക്കിലും ലാസ്റ്റ് വീക്കൊക്കെ സെല്ലിംഗ് മോഡലാണ്. FI ഡ്രീവൺ മാർക്കറ്റാണ്. ഒരു പരിധിവരെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻ മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഏകദേശം 2600 crore FIs സെല്ലിംഗ് സൈഡിലാണ്. ലാസ്റ്റ് വീക്കും സെല്ലിംഗ് ആയിരുന്നു. അപ്പോൾ ഓവറോൾ ഡിസംബർ സീരീസ് ഒക്കെ തന്നെ മാർക്കറ്റ് സെല്ലിംഗ് സൈഡിലാണ്.
അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി വലിയൊരു ബൈയിങ് സൈഡിലേക്ക് FIs വന്നെങ്കിൽ മാത്രമേ മാർക്കറ്റ് ഫർദർ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയുള്ളൂ. അതിന് അങ്ങനെ ഒരു സാഹചര്യം വരണമെങ്കിൽ ഗ്ലോബൽ സിറ്റുവേഷൻ ബെറ്റർ ആകണം, അതോടൊപ്പം തന്നെ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് വരണം. ബജറ്റിനെ കുറിച്ച് എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ള ചില അനൗൺസ്മെൻറ്റുകൾ വരികയാണെങ്കിൽ ഫർദർ അപ്സൈഡ് നമുക്ക് പ്രതീക്ഷിക്കാം. ഇതൊന്നും വന്നില്ല എങ്കിൽ മാർക്കറ്റ് 3350 ലെവലിൽ അങ്ങനെ മൂവ് ചെയ്യാൻ തന്നെയാണ് സാധ്യത. നമ്മളിനി കത്തുകളിലേക്ക് കടക്കുകയാണ്. ശ്രീ സന്തോഷിൻ്റെ കത്താണ്, ബഹ്റിൽ നിന്നാണ്. അദ്ദേഹം 1.5 വർഷത്തേക്ക് പറ്റുന്ന രീതിയിൽ ചില സ്റ്റോക്കുകൾ അദ്ദേഹം പരിഗണിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒപ്പീനിയനാണ് പ്രധാനമായും ചോദിച്ചിരിക്കുന്നത്. വലിയ നീണ്ട പട്ടിക: SBI, ഫെഡറൽ ബാങ്ക്, സൗത്ത് ഇന്ത്യൻ ബാങ്ക്, ഏഷ്യൻ പെയിൻറ്റ്സ്, L&T, LIC ഹൗസിംഗ്, വണ്ടർല, പിറ്റ്ലൈറ്റ്, സ്ട്രൈഡ്സ്, അൾട്രാടെക് സിമെന്റ്, അറബിന്ദോ ഫാർമ തുടങ്ങിയ സ്റ്റോക്കുകളാണ്. എല്ലാം തന്നെ പൊതുവെ ഭേദപ്പെട്ട നല്ലൊരു പോർട്ട്ഫോളിയോ. ഇതിനൊരു പ്രത്യേകത അഭിലാഷം, എനിക്ക് തോന്നുന്നു നമ്മൾ റെക്കമെൻഡ് ചെയ്ത ഈ 2015 നമ്മൾ റെക്കമെൻഡ് ചെയ്ത സ്റ്റോക്കാണ് ഇതിലൊക്കെ തന്നെ പല സ്റ്റോക്കുകളും ബൈ ട്രിഗർ ചെയ്തതുണ്ട് ലാസ്റ്റ് ഫോളിൽ. അതിൽ എനിക്കത് കാനറ ബാങ്കിൻ്റെ കാൻഫിൻ ഹോംസ് ഒക്കെ 15% റിട്ടേൺ എനിക്ക് തോന്നുന്നു ഒരു 15 ഡേയ്സിനുള്ളിൽ, 15 അല്ല ഓൾമോസ്റ്റ് എനിക്ക് ഒരു 10 ഡേയ്സിനുള്ളിൽ തന്നെ നൽകിയിട്ടുണ്ട്. ഈ ഇതിനകത്തെ സ്റ്റോക്ക് സെലക്ഷനൊക്കെ തന്നെ നല്ലതാണ്. ഈ സ്റ്റോക്കുകൾ ഫോളോ ചെയ്താൽ തീർച്ചയായിട്ടും ഈ വർഷം വോളറ്റിലിറ്റി കൂടുതലായിരിക്കും ഈ വർഷം. അപ്പോൾ ഓരോ വളരെ ഷാർപ്പായിട്ടുള്ള റൈഡ് വരുമ്പോഴും പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറുക, ദെൻ റിലീഫ് റാലി, അത് സെൽ ഓഫ് വരും. അപ്പോൾ ഇപ്പോൾ 8445 എന്ന് മാർക്കറ്റ് വളരെ ഷാർപ്പായിട്ടുള്ള സെല്ലിംഗ് വന്നു. ഇപ്പോൾ ഹാവൽസ് ഒക്കെ നമ്മൾ എടുക്കുകയാണെങ്കിൽ 260 ലെവൽ വരെ മൂവ് ചെയ്തു. ദെൻ ഇപ്പോൾ ഇന്ന് ഫ്രൈഡേ ക്ലോസിംഗ് വരുമ്പോൾ 278 ആണ്. അങ്ങനെ പല, ഇപ്പോൾ ക്രോംപ്ടൺ ഗ്രേവ്സ് 178 ലെവൽ വരെ സെല്ലിംഗ് വന്നിരുന്നു. ദെൻ 191 ക്ലോസിംഗ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് പേഷ്യൻസ് ഉള്ള ഇൻവെസ്റ്റേഴ്സിന് എപ്പോഴും വലിയ ഓപ്പർച്യൂണിറ്റി മാർക്കറ്റ് നൽകുന്നുണ്ട്. എപ്പോഴും ഞാനിപ്പോൾ ലാസ്റ്റ് എപ്പിസോഡ് നമ്മൾ ഡിസ്കസ് ചെയ്താണ്, ഫുള്ളി ഇൻവെസ്റ്റഡ് ആകരുത്, റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് കുറച്ച് കോഷ്യസ് ആയി നിൽക്കുക എന്ന് ലാസ്റ്റ് വീക്ക് പറയാനുള്ള റീസൺ തന്നെ അതാണ്. ഫുള്ളി ഇൻവെസ്റ്റഡ് ആകരുത്, മാർക്കറ്റിൽ ജനുവരിയിൽ വോളറ്റിലിറ്റി കൂടാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സെൽ ഓഫ് വരുമ്പോഴായിരിക്കണം ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കേണ്ടത്. ഇദ്ദേഹത്തിൻ്റെ സന്തോഷിൻ്റെ സ്റ്റോക്കുകളെല്ലാം തന്നെ വളരെ ഫണ്ടമെൻ്റലി വളരെ സൗണ്ടാണ്. പക്ഷേ ഇതിൻ്റെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ലെവലാണ് പലപ്പോഴും ഇൻവെസ്റ്റേഴ്സിന് കൺഫ്യൂഷൻ ഉണ്ടാകുന്നത്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ലാസ്റ്റ് ക്വാർട്ടർ വളരെ ബെറ്റർ റിസൾട്ടായിരുന്നു. ചെറിയൊരു കൺസേൺ സ്റ്റേറ്റ് ബാങ്കിനെ സംബന്ധിച്ചുള്ളത്, വാല്യുവേഷൻ വളരെ ഫെയർ ആണ്. കൺസേൺ എന്ന് പറയുന്നത് ഏതെങ്കിലും സാഹചര്യത്തിൽ NPA വീണ്ടും കൂടുകയും റിസൾട്ട് കുറച്ച് മോശമാവുകയാണെങ്കിൽ ഈ ഒരു ലെവലിൽ നിന്ന് ഈ സ്റ്റോക്കിൽ ഒരു കറക്ഷൻ സംഭവിക്കും. അതുമാത്രമാണ് സ്റ്റോക്കിനെ സംബന്ധിച്ച് ഷോർട്ട് ടൈം റിസ്ക് എന്ന് പറയുന്നത്. ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ സ്റ്റേറ്റ് ബാങ്ക് ഒരു ബെറ്റ് തന്നെയാണ്. കാരണം ലാസ്റ്റ് ക്വാർട്ടർ റിസൾട്ടിന് ശേഷമാണ് ഒരു ഷാർപ്പായിട്ടുള്ള ഒരു മൂവ് സ്റ്റേറ്റ് ബാങ്കിൽ സംഭവിച്ചത്. അതിനുശേഷം സ്പ്ലിറ്റ് വന്നു. അപ്പോൾ ഒരു കോഷ്യസ് അപ്രോച്ച് എടുക്കേണ്ടത് ഈ റിസൾട്ട് തന്നെയാണ്. ഇതിൻ്റെ ഇമ്മീഡിയറ്റ് വരാവുന്ന ഒരു സപ്പോർട്ട് 290 ആണ്, 268. അപ്പോൾ ഏതെങ്കിലും റിസൾട്ട് മോശമാവുകയാണെങ്കിൽ അഗൈൻ 268 പോകാനുള്ള പോസിബിലിറ്റി നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. പക്ഷേ അതൊക്കെ ഒരു ഷോർട്ട് ടൈം ഇമ്മീഡിയറ്റ് ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ സാധ്യതയുള്ളൂ. ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ സ്റ്റേറ്റ് ബാങ്ക് സേഫ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റോക്ക് തന്നെയാണ്. ഇപ്പോഴും ഫെയർ വാല്യൂവിലാണ് സ്റ്റോക്ക് മൂവ് ചെയ്യുന്നത്. 330 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ ഫെഡറൽ ബാങ്ക് ആണ്. ഈ ഒരു ഫാളിലൊന്നും അത്രത്തോളം ഈ സ്റ്റോക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ല. കാരണം ലാസ്റ്റ് ഫോൾ 8000 ബിലോ പോയ സമയത്ത് 132 ലെവൽ വരെ ഈ സ്റ്റോക്ക് ഫോൾ സംഭവിച്ചിരുന്നു. അതിനുശേഷം 152 ലെവൽ വരെ ഷാർപ്പായുള്ള റിക്കവറി സംഭവിച്ചു. പക്ഷേ ലാസ്റ്റ് ഫോൾ ഈ 8065 മൂവ് ചെയ്ത ഫോളിൽ ശരിക്കും പറയുകയാണെങ്കിൽ ഫെഡറൽ ബാങ്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല. 147 വരെ ആ സ്റ്റോക്ക് മൂവ് ചെയ്തിരുന്നുള്ളൂ. അതേസമയത്ത് റിക്കവറിയിലും അത്രത്തോളം ഷാർപ്പായിട്ട് വന്നിട്ടില്ല. അഗൈൻ 140 ആണ് ഇമ്മീഡിയറ്റ് വരാവുന്ന സപ്പോർട്ട്, ദെൻ 131. ഈ രണ്ട് ലെവൽ മാർക്കറ്റിൽ വീണ്ടും സെൽ ഓഫ് സംഭവിക്കുകയാണെങ്കിൽ 140 ആൻഡ് 131 ഫെഡറൽ ബാങ്കിനെ സംബന്ധിച്ച് ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾക്ക് പരിഗണിക്കാം. 170 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ സൗത്ത് ഇന്ത്യൻ ബാങ്ക് ആണ്. സൗത്ത് ഇന്ത്യൻ ബാങ്കും ഫെഡറൽ ബാങ്കും ഈ സെൽ ഓഫിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ല. അഗൈൻ 28 ആൻഡ് 25 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 34 ആണ് സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ ഏഷ്യൻ പെയിൻറ്റ്സ് ആണ്. ഏഷ്യൻ പെയിൻറ്റ്സിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. ക്രൂഡ് ഓയിൽ പ്രൈസിൽ ഉണ്ടായിരിക്കുന്ന ഫോൾ, ഇവരുടെ 60% റോ മെറ്റീരിയൽ എന്ന് പറയുന്ന ക്രൂഡ് ഓയിലാണ്. അത് ഏഷ്യൻ പെയിൻറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവ് തന്നെയാണ്. ഈ ലാസ്റ്റ് വീക്ക് വന്ന ഫോളിൽ ഈ സ്റ്റോക്കും വളരെ ഷാർപ്പായിട്ടുള്ളൊരു സെൽ ഓഫ് വന്നിരുന്നു. 764 ആണ് ഇമ്മീഡിയറ്റ് വരാവുന്ന ഒരു സപ്പോർട്ട്. 712 രണ്ട് സപ്പോർട്ട് ലെവലായിട്ട് ഹോൾഡ് ചെയ്യുന്നത്. 860 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ഏഷ്യൻ പെയിൻറ്റ്സ് ഓരോ കറക്ഷനിലും ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാവുന്ന ഒരു ഫണ്ടമെൻ്റലി വളരെ സൗണ്ട് ആയിട്ടുള്ള സ്റ്റോക്കാണ്. ദെൻ L&T ആണ്. L&Tയും
ഒരവസരത്തിൽ 1500 ബിലോ ഈ സ്റ്റോക്ക് മൂവ് ചെയ്തിരുന്നു. എഗൻ ഒരു റിക്കവറി സംഭവിച്ചു. L&T സേഫ് ആയിട്ടുള്ള ഈ റാലിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്ത ഫണ്ടമെന്റലി വളരെ സൗണ്ട് ആയിട്ടുള്ള സ്റ്റോക്ക് തന്നെയാണ്. ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂ ഈ സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെന്റിന് പരിഗണിക്കാം. വളരെ ശക്തമായിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഓർഡർ ബുക്ക് ഈ കമ്പനിക്ക് സപ്പോർട്ട് ചെയ്യുന്നു. അതുപോലെ ഏറ്റവും കൂടുതൽ ഇന്ത്യയുടെ ഗ്രോത്ത് സ്റ്റോറിയിൽ L&T ഇല്ലാതെ ഒരു സ്റ്റോറി ഇല്ല. അതുകൊണ്ട് തന്നെ L&T പോർട്ട്ഫോളിയോയിൽ തീർച്ചയായിട്ടും നമ്മൾ കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ്. ഇമ്മീഡിയറ്റ് സ്റ്റോക്കിൽ വരാവുന്ന ഒരു സപ്പോർട്ട് 1450 ആണ്. ഈവൻ കറണ്ട് ലെവൽ പോലും എനിക്ക് തോന്നുന്നൊരു സേഫ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് തന്നെയാണ് L&T. 1400 ആണ് നെക്സ്റ്റ് ഒരു മേജർ സെൽ ഓഫ്, ഒരു കറക്ഷൻ ഗ്ലോബൽ സെൽ ഓഫിൽ ഇന്ത്യയും പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയാണെങ്കിൽ അഗൈൻ 1400 വരെ പോകാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, റിസൾട്ട് ഏതെങ്കിലും കാരണവശാൽ മോശമായി L&T ഒരു 1400 ലെവലിലേക്ക് വരികയാണെങ്കിൽ ഒരു കാരണവശാൽ ആ സ്റ്റോക്ക് സെല്ല് ചെയ്ത് കളയരുത്. ആ സ്റ്റോക്ക് വീണ്ടും ബൈ ചെയ്യാനുള്ളൊരു അവസരമായിട്ട് ഇൻവെസ്റ്റേഴ്സ് കാണേണ്ടതാണ്. 1600 ആണ് ഈ സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ വണ്ടർലയാണ്. വണ്ടർല പുതിയ തീം പാർക്ക് ഹൈദരാബാദിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. അത് ഈ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവാണ്. 290 ആൻഡ് 260 നമുക്ക് വി ഗാർഡിൻ്റെ ഒക്കെ സ്റ്റോറി നമ്മൾക്ക് അറിയുന്നതാണ്. വളരെ ക്ലാരിറ്റിയുള്ള മാനേജ്മെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഒരു ലോങ് ടൈം സ്റ്റോറി തന്നെയാണ് വണ്ടർല. 290 260 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 370 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ പിഡ്ലൈറ്റ് ആണ്. സെയിം സ്റ്റോറി തന്നെയാണ്. ഒരു മാസ്റ്റർ തന്നെയാണ് ഇവർ ആ ഒരു സെഗ്മെന്റിൽ. 500 460 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 600 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. സന്തോഷിന്റെ പോർട്ട്ഫോളിയോ വളരെ വലുതാണ്. വീണ്ടും സ്റ്റോക്കുകൾ ഉണ്ട്. അതിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു ചെറിയ ഇടവേള. മാർക്കറ്റ് വാച്ചിലേക്ക് വീണ്ടും സ്വാഗതം. ശ്രീ സന്തോഷിന്റെ പോർട്ട്ഫോളിയോയിലാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. പിഡ്ലൈറ്റ് കഴിഞ്ഞു, അതിന് സ്ട്രൈഡ്സ് എനിക്ക് ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയാണ്. ലാസ്റ്റ് എപ്പിസോഡ് നമ്മൾ റെക്കമെൻഡ് ചെയ്തതാണ്. ഫണ്ടമെന്റലി വളരെ സൗണ്ടാണ്. IT ആൻഡ് ഫാർമ ഈ വർഷം നന്നായി പെർഫോം ചെയ്യാൻ സാധ്യതയുള്ളതാണ്. പക്ഷേ ഇപ്പോഴത്തെ രീതിയിൽ വാല്യൂഷൻ കുറച്ച് ഹയർ വാല്യൂവിലാണ്. അടുത്തൊരു കറക്ഷന് വേണ്ടി വെയിറ്റ് ചെയ്യുക. 900 ആൻഡ് 820 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 1020 ആണ് സ്ട്രൈഡ്സിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ അൾട്രാടെക് സിമന്റ് ആണ്. ഇത് L&T പോലെ തന്നെ ഫണ്ടമെന്റലി വളരെ സൗണ്ട് ആയിട്ടുള്ള ഗ്ലോബൽ എക്സ്പോഷർ ഉള്ള ഒരു സിമെന്റ് മാനുഫാക്ചറിംഗ് കമ്പനിയാണ്. ഇൻവെസ്റ്റേഴ്സിന്റെ പോർട്ട്ഫോളിയോയിൽ തീർച്ചയായിട്ടും ഒരു സിമെന്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ അൾട്രാടെക് ഉണ്ടായിരിക്കണം. 2650 ആണ്. കാരണം ഈ ബുധനാഴ്ച പോലും ഈ സ്റ്റോക്ക് ആ ലെവൽ വന്നതിന് ശേഷമാണ് 2760 മൂവ് ചെയ്തത്. ഒരു ഹൈ ബീറ്റ സ്റ്റോക്ക് തന്നെയാണ്. 2650 2510 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 2850 2850 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ അരബിന്ദോ ഫാർമ ഫണ്ടമെന്റലി വളരെ സൗണ്ടാണ്. ഫാർമയിലെ വളരെ ഫ്ലറിഷിംഗ് ആയിട്ടുള്ളൊരു ബിസിനസ് മോഡൽ തന്നെയാണ്. 1080 1000 രണ്ട് സപ്പോർട്ടാണ്. 1240 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. സ്ട്രൈഡ്സും അരബിന്ദോ ഫാർമ ഫണ്ടമെന്റലി വളരെ സൗണ്ട്. ഫാർമയിൽ ഡോക്ടർ റെഡ്ഡീസ് ആണെങ്കിലും ലൂപ്പിനൊക്കെ ആണെങ്കിൽ തന്നെ ഈ സ്റ്റോക്ക് എല്ലാം തന്നെ ഫണ്ടമെന്റലി വളരെ സൗണ്ടായിട്ടുള്ള സ്റ്റോക്ക് തന്നെയാണ്. പക്ഷേ ഫാർമയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ വാല്യുവേഷൻ കുറച്ച് ഹയർ വാല്യൂവിലാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ റിസൾട്ടിന് ശേഷം മാർക്കറ്റിൽ കറക്ഷൻ സംഭവിക്കുമ്പോൾ മാത്രം ഫാർമയിൽ ഒരു എക്സ്പോഷർ എടുക്കുന്നതായിരിക്കും നല്ലത്. ദെൻ ടാറ്റ മോട്ടോഴ്സ് ആണ്. എഗെയിൻ 490 460 ഓട്ടോമൊബൈൽ സെയിൽസ് ഇംപ്രൂവ് ചെയ്യാനുള്ള സാധ്യത. ടാറ്റ മോട്ടോഴ്സ് ഗ്ലോബൽ എക്സ്പോഷറുള്ള കമ്പനിയാണ്. തീർച്ചയായിട്ടും ഇൻവെസ്റ്റ്മെന്റിന് പരിഗണിക്കാം. 490 460 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 550 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ഈ 550 വളരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യണം. കാരണം ആ ഒരു ലെവൽ വന്നതിന് ശേഷം വീണ്ടും ചിലപ്പോൾ കറക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട്. ദെൻ അശോക് ലൈലാൻഡ് എനിക്കൊന്ന് മാർക്കറ്റ് വാച്ചിലൂടെ നമ്മൾ വളരെ ശക്തമായിട്ടുള്ള റെക്കമെൻഡേഷൻസ് കൊടുത്താണ്. ഇൻവെസ്റ്റേഴ്സിന് നല്ല റിട്ടേൺ നൽകി 60+ സ്റ്റോക്ക് മൂവ് ചെയ്തിരുന്നു. അഗൈൻ 54 ആൻഡ് 51 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 66 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ ഭാരത് ഫോർജ് ആണ്. ഭാരത് ഫോർജ് ഫണ്ടമെന്റലി വളരെ സൗണ്ട് ആയിട്ടുള്ള സ്റ്റോ ആണ്. ഓട്ടോമൊബൈൽ കമ്പോണന്റ് മാനുഫാക്ചറിംഗിലാണ് കമ്പനി ഫോക്കസ് ചെയ്യുന്നത്. 900 814 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 1020 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ ഹാവൽസ് ആണ്. 260 ഈ ലാസ്റ്റ് ഫോളിൽ പോലും 260 ലെവൽ വന്നതിന് ശേഷമാണ് 278 സ്റ്റോക്ക് മൂവ് ചെയ്ത്. അഗൈൻ 260 ഒരു ഫസ്റ്റ് സപ്പോർട്ട് ലെവലാണ്. ദെൻ അത് ബ്രേക്ക് ആണെങ്കിൽ 230 ലെവലിലേക്ക് വരണമെങ്കിൽ ഒരു ഷാർപ്പായിട്ടുള്ള സെൽ ഓഫ് മാർക്കറ്റിൽ സംഭവിക്കണം. അതല്ലെങ്കിൽ ഈ തേർഡ് ക്വാർട്ടർ റിസൾട്ട് മോശമാവുകയാണെങ്കിൽ മാത്രമേ ആ ഒരു ലെവലിലേക്ക് വരാൻ സാധ്യതയുള്ളൂ. ഇപ്പോൾ എന്ത് തന്നെയാണ് 230 ആണെങ്കിലും 260 ആണെങ്കിലും ഒരു ലോങ് ടൈം സ്റ്റോറി തന്നെയാണ് ഹാവൽസ്. അതുകൊണ്ട് ഈ സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെന്റ് പരിഗണിക്കുക. 320 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന
റെസിസ്റ്റൻസ്. ഈ സ്റ്റോക്കുകളൊക്കെ തന്നെ നമ്മൾ ഈ 2015 റെക്കമെൻഡ് ചെയ്ത സ്റ്റോക്കാണ്. അപ്പോൾ ഈ ഒരു ലെവലിലേക്ക് വരുമ്പോൾ ഇൻവെസ്റ്റേഴ്സിന് എനിക്ക് തോന്നുന്നു 2-3 ഫോൾ അതിൽ നിന്നുള്ള റിക്കവറി ഇൻവെസ്റ്റേഴ്സിൻ്റെ കോൺഫിഡൻസ് വർദ്ധിപ്പിച്ചിട്ടുണ്ടാകും. കാരണം മാർക്കറ്റിൽ എത്ര ഷാർപ്പായിട്ടുള്ള സെൽ ഓഫ് സംഭവിച്ചാലും വളരെ ഷാർപ്പായിട്ടുള്ള റിക്കവറി സംഭവിക്കും. അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് ക്രൂഡ് ഓയിൽ പ്രൈസിൻ്റെ ഫോൾ ഗ്ലോബലി നെഗറ്റീവ് ആണെങ്കിലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് ആണെങ്കിലും ഇൻഫ്ലേഷൻ ആണെങ്കിലും സബ്സിഡി ബേർഡൻ ആണെങ്കിൽ തന്നെ കുറയ്ക്കാൻ ഇത് വലിയ അനുകൂലമായിരിക്കും. അത് ഫൈനാൻസ് മിനിസ്റ്ററെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ബജറ്റിനുള്ള തയ്യാറെടുപ്പിനും കുറച്ച് അനുകൂലമായിട്ടുള്ള ഘടകങ്ങൾ നൽകും. അതുകൊണ്ട് തന്നെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ ഇൻവെസ്റ്റ്മെൻറ്റ് FIs എന്തുകൊണ്ടാണ് കൂടുതലായിട്ടും ഇന്ത്യയിലേക്ക് വരുന്നത്? ഇന്ത്യ എന്ന് പറയുന്ന അവരുടെ ഒരു ടാർഗറ്റ് തന്നെയാണ്. ഏഷ്യയിലെ ഏറ്റവും നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് രാജ്യമായി ഇന്ത്യ മാറുന്നു. സ്റ്റെബിലിറ്റിയുള്ള ഗവൺമെൻറ് തന്നെയാണ് അതിനകത്ത് ഏറ്റവും നന്നായി നിൽക്കുന്നത്. അതുപോലെ പ്രൈം മിനിസ്റ്ററും അതുപോലെ ടീം എടുക്കുന്ന എഫക്റ്റീവായിട്ടുള്ള മെഷേഴ്സ് തീർച്ചയായിട്ടും ഇന്ത്യയെ പുതിയ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകും. ആ ഉയരങ്ങളിലേക്ക് പോകുമ്പോൾ ഇന്ത്യൻ കമ്പനികൾ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. അതുകൊണ്ട് റീറ്റെയിലേഴ്സ് കൂടുതലായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരേണ്ടത് ആവശ്യമാണ്. ഇന്ത്യയിലെ ഇപ്പോഴും വാല്യുവേഷൻ ഒരു ഡിസ്കൗണ്ട് വാല്യൂലാണ്. സ്റ്റോക്ക് ഇപ്പോഴും വളരെ ഒരു ഡിസ്കൗണ്ട് വാല്യൂലാണ് ഇന്ത്യയുടെ വാല്യുവേഷൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഓരോ കറക്ഷൻസും ഇൻവെസ്റ്റേഴ്സ് നല്ല സ്റ്റോക്ക് പിക്ക് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് മാർക്കറ്റിനെ കാണണമെന്നാണ് തോന്നുന്നു. ഇപ്പോൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത സ്റ്റോക്കൊക്കെ തന്നെ ഫ്രണ്ട് റൺ സ്റ്റോക്കുകളാണ്. ഫണ്ടമെൻ്റലി വളരെ സൗണ്ട് ആയിട്ടുള്ള സ്റ്റോക്കാണ്. ഇതൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റിന് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് SIP മോഡൽ അതല്ലെങ്കിൽ 2-3 സ്റ്റേജ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റിന് തീർച്ചയായിട്ടും പരിഗണിക്കാം. വളരെ നീണ്ട ഒരു പോർട്ട്ഫോളിയോയാണ് ശ്രീ സന്തോഷിൻ്റെ ഉണ്ടായിരുന്നത്. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം മറ്റ് കത്തുകളിലേക്ക് കിടക്കാം. മാർക്കറ്റ് വാച്ചിലേക്ക് വീണ്ടും സ്വാഗതം. ദീപ ജോമോൻ്റെ മെയിലാണ്. പ്രാജ് ഇൻഡസ്ട്രീസ്, KC ലിമിറ്റഡ്, ഓയിൽ ഇന്ത്യ, GMR, GVK ഇൻഫ്ര, HCC, ഫോർട്ടീസ് തുടങ്ങിയ സ്റ്റോക്കുകളെ കുറിച്ചാണ് ദീപയ്ക്ക് അറിയേണ്ടത്. ഈ സ്റ്റോക്കുകളെല്ലാം തന്നെ ഫണ്ടമെൻ്റലി അത്രത്തോളം സൗണ്ടല്ല, ഫാസ്റ്റ് മൂവിങ്ങുമല്ല. ഇതിൽ പ്രാജ് ഇൻഡസ്ട്രീസ് ബയോഫ്യൂവൽ ടെക്നോളജിയിലാണ് കമ്പനി ഫോക്കസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു പ്രോബ്ലം ഇപ്പോഴത്തെ ഈ ക്രൂഡ് ഓയിൽ പ്രൈസിൻ്റെ ഫോൾ ഈ ബയോഫ്യൂവലിനുള്ള ഇമ്പോർട്ടൻസ് കുറയ്ക്കും. അതുകൊണ്ട് ആ സ്റ്റോക്ക് ഇപ്പോഴത്തെ രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് വാല്യുവേഷൻ ഫെയർ ആണ്. ഇൻവെസ്റ്റ്മെൻറ്റ് പരിഗണിക്കുകയാണെങ്കിൽ തന്നെ ഒരു 57-51 ലെവലിലേക്ക് വരികയാണെങ്കിൽ മാത്രം പരിഗണിക്കുക. കാരണം ഈ ക്രൂഡ് ഓയിൽ പ്രൈസിൽ ഉണ്ടായിരിക്കുന്ന ഫോൾ ഇതിൻ്റെ ഡിമാൻഡ് കുറയാനുള്ളൊരു സാധ്യതയുണ്ട്. 75 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ KC ലിമിറ്റഡ് ആണ്, ലൈഫ് സ്റ്റോക്ക് ഇതിലൊക്കെയാണ് അവരുടെ ഫോക്കസ്. നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള കേരളത്തിലുള്ള കമ്പനിയാണ്. ഫണ്ടമെൻ്റലി വളരെ സൗണ്ടാണ്. പക്ഷേ ഈ സ്റ്റോക്ക് ലിക്വിഡിറ്റി വളരെയധികം കുറവാണ്. ഈ സ്റ്റോക്കിൽ 550, 420 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 700 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന ഒരു റെസിസ്റ്റൻസ്. ലോ ബീറ്റ കമ്പനിയാണ്. ഓയിൽ ഇന്ത്യയാണ് അടുത്ത്. ഇന്ത്യയിലെ തന്നെ സെക്കൻഡ് ലാർജസ്റ്റ് ഓയിൽ എക്സ്പ്ലോറേഷൻ കമ്പനിയാണ്. ഫണ്ടമെൻ്റലി വളരെ സൗണ്ടാണ്. ഇപ്പോൾ പുതിയൊരു അനൗൺസ്മെൻറ്റ് അതിൻ്റെ ക്ലാരിറ്റി ലഭിച്ചിട്ടില്ല. ONGCക്കും ഓയിൽ ഇന്ത്യക്കും സബ്സിഡി മാർച്ച് വരെ സബ്സിഡി എടുക്കാനുള്ള ബേർഡൻ ഉണ്ടാവില്ല എന്നുള്ളൊരു ന്യൂസ് ഉണ്ടായിരുന്നു. അതിൻ്റെ ക്ലാരിറ്റി വന്നില്ല. അതുകൊണ്ട് തന്നെ ONGC ഓയിൽ ഇന്ത്യയും കുറച്ചൊരു മൂവ് കണ്ടിരുന്നു. അതിൻ്റെ ക്ലാരിറ്റി വന്നിട്ടില്ല. എന്തായാലും ഫണ്ടമെൻ്റലി ഈ സ്റ്റോക്ക് സൗണ്ട് തന്നെയാണ്. 540, 500 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 620 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ GMR ഇൻഫ്രയാണ് ഈ കമ്പനികൾ. GMR ഇൻഫ്ര, GVK ഇൻഫ്ര, ഇത് രണ്ടിനെ സംബന്ധിച്ച് ഹൈ ഡെറ്റാണ്, ലോസ് മേക്കിംഗ് ആണ്. ഇത് രണ്ടുമാണ് ഇതിൻ്റെ നെഗറ്റീവ്. ഏതെങ്കിലും അസറ്റ് സെല്ല് ചെയ്ത് ഇവരുടെ ഈ ഡെറ്റ് ഒന്ന് കുറയ്ക്കാൻ സാധിച്ചാൽ വാല്യുവേഷൻ വളരെ ഡിസ്കൗണ്ട് വാല്യൂവിലാണ് സ്റ്റോക്ക് മൂവ് ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ള ന്യൂസുകൾ വരികയാണെങ്കിൽ സ്റ്റോക്കിൽ വളരെ ഷാർപ്പായിട്ടുള്ള ഒരു തിരിച്ചുവരവ് സംഭവിക്കാം. GMR 16 and 12 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 22 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ GVK ഇൻഫ്ര 8 and 6 രണ്ട് ലെവൽ സപ്പോർട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ടെക്നിക്കൽ ലെവലൊന്നും ഈ സ്റ്റോക്കിൻ്റെ നോക്കേണ്ട ആവശ്യമില്ല. ഡൗൺ സൈഡ് റിസ്ക് എന്ന് പറയുന്നത് ഇപ്പോൾ 8 റുപ്പീസിൻ്റെ ഒരു സ്റ്റോക്കിൽ 8 രൂപയുടെ റിസ്ക്കേ ഉള്ളൂ. അപ്പോൾ റിസ്ക് എടുത്ത് GVK എടുക്കാൻ പറ്റുന്നവരെ സംബന്ധിച്ച് GVK ഒരു റിസ്ക് എടുത്ത് ലോട്ടറി എടുക്കുന്ന പോലെ എടുക്കാം. എനിക്ക് തോന്നുന്നത് എന്തായാലും ഗവൺമെൻറ് വളരെ എഫക്റ്റീവായിട്ടുള്ള പല സ്റ്റെപ്പ് എടുക്കുമ്പോൾ സ്പെൻഡിങ് ഒക്കെ വരുമ്പോൾ പിന്നെ ഇൻട്രസ്റ്റ് റേറ്റ് ഒന്ന് കുറഞ്ഞു വന്നാൽ ഇവരുടെ ഈ ഡെറ്റ് വലിയൊരു ബേർഡൻ തന്നെയാണ്. ഇത്രയും വലിയ ഇൻട്രസ്റ്റ് റേറ്റ് നിൽക്കുന്നത് പല കമ്പനികളെ സംബന്ധിച്ചും ബേർഡൻ തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് കുറഞ്ഞു വന്നാൽ റിസ്ക് നേരത്തെ പറഞ്ഞാൽ 8 രൂപയുടെ റിസ്ക്കേ ഉള്ളൂ. അപ്പോൾ തിരിച്ചു വരുമ്പോൾ ചിലപ്പോൾ ഇത് 16-20 പോകാനുള്ള സാധ്യത കുറവാണ്. ഇപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ 300 600 പോകണമെങ്കിൽ എനിക്കൊന്ന് വലിയൊരു ബുൾ റൈഡ് വരണം. അതേസമയത്ത് GVK 8 രൂപയിൽ നിന്ന് 16-20 ആകണമെങ്കിൽ ചിലപ്പോൾ ചെറിയൊരു റൈഡ് വന്നാൽ മതി. അപ്പോൾ റിസ്ക് എടുക്കാൻ പറ്റുന്നവരെ സംബന്ധിച്ച് ഈ രണ്ട് സ്റ്റോക്കും GVK ആണെങ്കിലും GMR ഇൻഫ്ര ആണെങ്കിലും പരിഗണിക്കാം. ചെറിയൊരു ഒരു 10% പോർട്ട്ഫോളിയോ കൊണ്ടുവരുന്നതുകൊണ്ട് കുഴപ്പമുണ്ടാവില്ല. ഇപ്പോഴത്തെ വാല്യുവേഷൻ വളരെ ഡിസ്കൗണ്ട് വാല്യൂവിലാണ് മൂവ് ചെയ്യുന്നത്.
ദെൻ ഫോർട്ടിസ് ഹെൽത്ത് കെയർ ആണ്, ഫോർട്ടിസ് ഹോസ്പിറ്റൽ ചെയിൻ ആണ്, വാല്യുവേഷൻ ഫെയർ ആണ്. പക്ഷേ ലോ മാർജിനിൽ വർക്ക് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. പക്ഷേ എനിക്കൊന്ന് ഫ്യൂച്ചറിൽ ഇൻഷുറൻസ് ഒക്കെ കുറച്ച് ആക്റ്റീവ് ആകും, ഇവർ മാർജിൻ കൂടാനുള്ള സാധ്യതയുണ്ട്. ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കുക 190 രണ്ട് സപ്പോർട്ട് ലെവലാണ്, 122 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. അടുത്തത് ബോബി തോമസ് അറിയേണ്ടത് റെസോയ പ്രോട്ടീൻസിനെ കുറിച്ചാണ്. 2 രൂപ വിലയ്ക്ക് ഈ സ്റ്റോക്ക് അദ്ദേഹം വാങ്ങിച്ചിട്ടുണ്ട്. ഇതിൽ അഭിലാഷേ അത് അദ്ദേഹം തന്നെ കോൾ എടുക്കുന്നതായിരിക്കും നല്ലത്. ഈ 1 രൂപ 2 രൂപയുള്ള സ്റ്റോക്കിനെ സംബന്ധിച്ച് നേരത്തെ പറഞ്ഞ് ലോട്ടറി എടുക്കുന്നതിൽ എടുക്കുക. ഒരു ബുൾ റൈഡ് വരുമ്പോൾ ഈ 1 രൂപയുടെ സ്റ്റോക്ക് 2, 3, 4 ആകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇതിനകത്തൊരു ഫണ്ടമെൻ്റലും ടെക്നിക്കലും ഒന്നും വർക്കൗട്ട് ചെയ്യില്ല. കാരണം 2 രൂപയുള്ള ഒരു സ്റ്റോക്കിനെ നമ്മളൊന്നും റെക്കമെൻഡ് ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ ഇതിന് പുറകെ പോകണം എന്നുള്ളതാണ്. പിന്നെ നമുക്കിതിനെ തള്ളിക്കളയാനും സാധിക്കില്ല. കാരണം മാർക്കറ്റിൽ ഒരു ബുൾ റൈഡ് വന്നാൽ എല്ലാ സ്റ്റോക്കും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കോൾ അദ്ദേഹം എടുക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും മാനേജ്മെൻറ്റും അതിൻ്റെ ഫണ്ടമെൻ്റലും അതിൻ്റെ ടെക്നിക്കലും അതിൻ്റെ പ്രൊഡക്റ്റും ഒക്കെ സ്റ്റഡി ചെയ്തിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും നല്ലത്. എന്തുകൊണ്ട് ഈ സ്റ്റോക്ക് 2 റുപ്പീസിൽ നിൽക്കുന്നു എന്നുള്ളത് അദ്ദേഹം കൺസിഡർ ചെയ്യണം. അതിന് ശേഷം ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കുക. മാർക്കറ്റ് വാച്ചിൻ്റെ ഇലക്കം അവസാനിക്കുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ റിസൾട്ട് സീസണ് തുടക്കമായിരിക്കുന്നു. ഇനിയുള്ള ദിവസങ്ങൾ വിപണിയെ നയിക്കുന്നത് റിസൾട്ടുകളായിരിക്കും. പൊതുവെ അനുകൂലമായ റിസൾട്ടുകൾ വരുമെന്ന പ്രതീക്ഷ തന്നെയാണ് ഉള്ളത്. ഒപ്പം തന്നെ ഫെബ്രുവരിയോടുകൂടി ബജറ്റ് വരുന്നു. ബജറ്റ് തയ്യാറെടുപ്പുകൾ, ബജറ്റിൻ്റെ ചർച്ചകളെല്ലാം തുടങ്ങിക്കഴിഞ്ഞു. ഇതും വിപണിയെ വലിയ തോതിൽ വരും ദിവസങ്ങളിൽ സ്വാധീനിക്കുന്നത് നമുക്ക് കാണാം. ഹെഡ്ജ് ഇക്വിറ്റീസിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എൻ ഭവനേന്ദ്രനാണ് മാർക്കറ്റ് വാച്ചിൽ പങ്കെടുത്തത്. മാർക്കറ്റ് വാച്ച് ഇനി അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം. നമസ്കാരം.